നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. ഫഹദിന് ജനസാഗരം വിട നൽകി കരഞ്ഞു തളർന്ന് നാട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. വെള്ളിയാഴ്ചയുടെ പവിത്രതയിൽ വിശ്വാസലോകം. മണ്ണും മനസ്സും പ്രാർത്ഥനാ നിർഭരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാർ കാഞ്ഞങ്ങാട്ട് റോഡ് ഉപരോധിച്ചു. തരിശുഭൂമിയിൽ കൃഷിയിറക്കി അരവത്ത് പാടശേഖര സമിതി മാതൃകയായി. പച്ചപ്പ് തീർത്തത് 10 വർഷമായി തരിശായ ദിക്കിൽ. വിശദമായ വാർത്തകളിലേക്ക്. അതിക്രൂരമായി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട 3ാം ക്ലാസ്സുകാരൻ ഫഹദിന് നാട് വിട നൽകി. ആയിരങ്ങളാണ് അന്ത്യപ്രണാമം അർപ്പിക്കാൻ എത്തിയത്. ആർക്കും ആരെയും ആശ്വസിപ്പിക്കാനായില്ല. ജീവിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ മനുഷ്യമൃഗത്തിന്റെ കടാരയ്ക്ക് മുന്നിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ഫഹദിന് നാട് വിട നൽകി. കുഞ്ഞുമോന്റെ ചേതനേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കല്യോട്ട് കണ്ണോത്തിലെ ഫഹദിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. കൊലയുടെ വാർത്ത പരന്നതു മുതൽ ഫഹദിന്റെ വീട്ടിലേക്ക് നാട് ഒഴുകുകയായിരുന്നു. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ജനം ഓടിയെത്തി. അത് ഫഹദിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തുന്നതുവരെയും തുടർന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഈ കുഞ്ഞുമോനോട് എന്തിനീ ക്രൂരത ചെയ്തു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ഫഹദിന്റെ ചേതനേറ്റ ശരീരം 3 തുണ്ട് തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നേർത്ത വിങ്ങലുകൾ നിലവിളികളായി മാറി. ഉപ്പയുടെയും ഉമ്മയുടെയും കരച്ചിൽ കണ്ടപ്പോൾ കണ്ടുനിന്നവർ പോലും കരഞ്ഞു. പാറപ്പള്ളി ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഫഹദിനെ കബറടക്കി മടങ്ങുമ്പോഴും കൊലയുടെ നടുക്കത്തിൽ നിന്ന് നാട് മുക്തമായിരുന്നില്ല. അതിനിടെ പ്രതി വിജയനെ കോടതിയിൽ ഹാജരാക്കി. ഫഹദിന്റെ പിതാവ് ഹംസയോടുള്ള രാഷ്ട്രീയ പകയാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. ദ്രുതകർമ്മസേന വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ SFIയുടെ നേതൃത്വത്തിലുള്ള സമരക്കാർക്ക് നേരെ ദ്രുതകർമ്മസേന ലാത്തിവീശി. 12 ദിവസമായി തുടരുന്ന സമരം ഒത്തുതീർക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചതിനെ തുടർന്നാണ് ദ്രുതകർമ്മസേന ഇറങ്ങിയത്. 10 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ക്യാമ്പസിനകത്ത് ഒരു അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടാണ് SFI സമരം തുടങ്ങിയത്. ആ സമരത്തെയാണ് ഇന്ന് ദ്രുതകർമ്മസേന ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ അതിഭീകരമായി ക്യാമ്പസിനകത്ത് കയറി മർദ്ദിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ക്യാമ്പസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ക്യാമ്പസിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സൗകര്യവും ഈ ക്യാമ്പസിനകത്തില്ല. ലാബുകൾ വേണ്ടത്രയില്ല. മിഷൻ ലാബ് ഉൾപ്പെടെ ഒരു കാര്യവും ഈ ക്യാമ്പസിനകത്തില്ല. അത് ന്യായമായ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFI സമരം ചെയ്യുമ്പോൾ ഇവിടുത്തെ പോലീസിനെയും ദ്രുതകർമ്മസേനയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പസിനകത്ത് അക്രമം അയച്ചുവിടുന്ന സമീപനമാണ് ഈ ക്യാമ്പസിനകത്തെ പോലീസ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഒരു ക്യാമ്പസിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടത്. ഒരു സൗകര്യം ഇവിടെ ലേഡീസ് റൂമില്ല, അതുപോലെ തന്നെ ബാത്റൂമില്ല, ഒരു സൗകര്യവും ഈ ക്യാമ്പസിനകത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി SFI സമരം ഏറ്റെടുക്കുകയാണ്. ഇവിടുത്തെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2 സെക്രട്ടറിമാരാണ് ഈ ട്രസ്റ്റിനകത്തുള്ളത്. സ്കൂളിനകത്തും SM പോളിക്കകത്തും അഴിമതിയുടെ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സമരത്തെ തുടർന്ന് കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു. ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുക, കോളേജ് ബസ് അനുവദിക്കുക, അഴിമതിക്കാരനായ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. ശനിയാഴ്ച CI U പ്രേമന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിയാഴ്ചയുടെ പവിത്രതയിൽ വിശ്വാസലോകം. മണ്ണും മനസ്സും പ്രാർത്ഥനാ നിർഭരം. അവസാന വെള്ളിയാഴ്ചയാവാൻ സാധ്യതയുള്ളതിൽ പതിവിലുമേറെ ആവേശത്തോടെയാണ് ഓരോരുത്തരും പള്ളികളിലെത്തിയത്. ഒരുപക്ഷെ ഇത് റമസാനിലെ അവസാന വെള്ളിയാഴ്ചയായിരിക്കാം. ഇത്തവണത്തെ നോമ്പ് 29 മാത്രമേ ലഭിക്കുകയുള്ളൂവെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. അതുകൊണ്ട് തന്നെ നോമ്പ് 23-ലെ വെള്ളിയാഴ്ച പതിവിലുമേറെ ഭക്തി നിർഭരമായിരുന്നു. ഉസ്താദുമാരുടെ കരഞ്ഞു കലങ്ങിയ പ്രാർത്ഥനകൾക്ക് വിശ്വാസലോകം ഉള്ളുരുകി ആമീൻ പറഞ്ഞു. പാപമോചനത്തിന്റെ പത്തിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപം നടത്തണമെന്ന് ഉസ്താദുമാർ ഓർമ്മിപ്പിച്ചു. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ അവസാന റമസാൻ ആക്കല്ല അല്ലാ എന്ന പ്രാർത്ഥനകൾ ഓരോ നാവുകളിൽ നിന്നും നിറകണ്ണുകളോടെ ഉയർന്നു. പതിവിലുമേറെ നേരത്തെ വിശ്വാസികൾ പള്ളികളിലെത്തി. കുത്തുബയ്ക്ക് ശേഷം ഇമാമുമാരുടെ ഉത്ബോധന പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ഒരു പുണ്യത്തിന് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണ് വരാൻ പോകുന്നത്. ഒരു നിമിഷം പോലും പാഴാക്കരുതെന്ന് ഉസ്താദുമാർ വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുത്തു. കാസർഗോഡ് മാലിക് ദീനാർ വലിയ ജമാഅത്ത് പള്ളിയിലേക്ക് പുറം നാടുകളിൽ നിന്ന് പോലും നിരവധി പേരാണ് എത്തിയത്. ഖത്തീബ് അബ്ദുൽ മജീദ് ബാഗവി കൊടുവള്ളി നിസ്കാരത്തിന് നേതൃത്വം നൽകി.
തായലങ്ങാടി കിലർ ജുമാ മസ്ജിദ്, അസനത്ത് ജാരിയ ജുമാ മസ്ജിദ്, പഴയ ബസ് സ്റ്റാൻഡ് മുബാറക് മസ്ജിദ്, കാസർഗോഡ് സുന്നി സെന്റർ, പഴയ ബസ് സ്റ്റാൻഡ് അബൂബക്കർ സിദ്ദീഖ് മസ്ജിദ്, അമീർ റോഡ് സലഫി സെന്റർ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളും ഉദ്ബോധന പ്രഭാഷണങ്ങളും അരങ്ങേറി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാർ കാഞ്ഞങ്ങാട്ട് റോഡ് ഉപരോധിച്ചു. അംഗൻവാടി വെൽഫെയർ ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ദേശീയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, മിനിമം വേതനം 15,000 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. ഉപരോധത്തെ തുടർന്ന് റോഡ് ഗതാഗതം സ്തംഭിച്ചു. മഴയെ അവഗണിച്ചും നൂറുകണക്കിന് ജീവനക്കാരാണ് ഉപരോധ സമരത്തിന് എത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷയായി. MT ലക്ഷ്മി, DV അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ചിന്മയ മിഷന്റെ ചിന്മയ സന്ദേശവാഹിനി ജ്യോതിയാത്ര ജില്ലാ പ്രയാണം 13 മുതൽ 16 വരെ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ചിന്മയ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചിന്മയ സന്ദേശവാഹിനി ജ്യോതിയാത്രയുടെ ജില്ലാ പ്രയാണം ജൂലൈ 13 മുതൽ 16 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13 രാവിലെ ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ വെച്ച് യാത്രയെ മിഷന്റെ ജില്ലയിലെ പ്രവർത്തകർ സ്വീകരിക്കും. ഏച്ചിക്കുളങ്ങര ശ്രീ നാരായണപുരം ക്ഷേത്രത്തിൽ ആദ്യ സ്വീകരണം നടക്കും. തുടർന്ന് നീലേശ്വരം ചിന്മയ വിദ്യാലയത്തിലേക്ക് ആനയിക്കും. വൈകുന്നേരം 4 മണിക്ക് നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് പൗരസ്വീകരണവും പൊതുപരിപാടിയും നടക്കും. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് PM സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും. 16-ന് പുലിക്കുന്ന് ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ ജില്ലയിലെ അവസാന പരിപാടി കേരള കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ചിന്മയ ജ്യോതി വഹിച്ചുകൊണ്ടുള്ള ചിന്മയ സന്ദേശവാഹിനി ഏകദേശം 25ഓളം സംസ്ഥാനങ്ങളിൽ 20,000 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഏകദേശം 239 ദിവസങ്ങളെടുത്ത് ഈ സ്വാമിജിയുടെ ജീവിതചരിത്രവും സന്ദേശവും പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയിൽ ഈ മാസം, അതായത് ജൂലൈ മാസം 13-ാം തീയതി കാലിക്കടവ് വെച്ച് നമ്മുടെ സ്വീകരണം ആരംഭിക്കുകയാണ്. AK നായർ, M നാരായണ, K ബാലചന്ദ്ര, പുഷ്പരാജ്, E ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കല്ലക്കട്ട മജ്മഅ് പ്രാർത്ഥനാ സമ്മേളനം 13-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിശ്വാസികൾ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിക്കുന്ന വിശുദ്ധ റംസാൻ 27-ാം രാവിൽ ജില്ലയിൽ നടക്കുന്ന വിപുലമായ പ്രാർത്ഥനാ സമ്മേളനം ജൂലൈ 13-ന് കല്ലക്കട്ട മജ്മഅിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13-ന് രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി പതാക ഉയർത്തുന്നതോടെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ തുടക്കമാവും. പ്രമുഖ പണ്ഡിത ശ്രേഷ്ഠയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളന പരിപാടികൾ 27-ാം രാവിനെ ധന്യമാക്കും. ഞായറാഴ്ച നടക്കുന്ന കുടുംബസംഗമത്തിന് മുനീർ സാഹിദി നെല്ലിക്കുന്ന് നേതൃത്വം നൽകും. 2001 സ്ഥാപിതമായ കല്ലക്കട്ട മജ്മഅൽ ഹിക്മത്ത് ഐദറസിയ എന്ന സ്ഥാപനത്തിന് കീഴിലായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ അത് ഈ ജില്ലയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വിപുലമായ പ്രാർത്ഥനാ സമ്മേളനമാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് പ്രവർത്തക സംഗമം, വൈകുന്നേരം 5 മണിക്ക് ബുറുദ ആത്മീയ മജ്ലിസ് തുടങ്ങിയവ നടക്കും. SYS ജില്ലാ പ്രസിഡന്റ് പള്ളക്കോട് അബ്ദുൽ ഖാദർ മദനിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഷറഫുദ്ദീൻ മമ്മി തങ്ങൾ കൊടക് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, അബ്ദുൽ ഹമീദ് മദനി, മുനീർ സദി നെല്ലിക്കുന്ന്, അബൂബക്കർ ഹാജി, സലീം കോപ്പ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി. 10 വർഷത്തിലധികമായി തരിശായി കിടന്ന 5 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിറക്കി അരവത്ത് പാടശേഖര സമിതി മാതൃകയായി. ജില്ലാ പഞ്ചായത്തിന്റെയും പള്ളിക്കര കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് തരിശു ഭൂമിയിൽ കൃഷിയിറക്കാൻ പരിപാടി സംഘടിപ്പിച്ചത്. 10 വർഷത്തോളമായി തരിശായി കിടന്ന പള്ളിക്കര അരവത്തെ 5 ഹെക്ടർ സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്തിന്റെയും പള്ളിക്കര കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കൃഷിയിറക്കിയത്. ബേക്കൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാതെ കിടന്ന ഭൂമിയിൽ കൃഷിയിറക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചേർന്ന
100ഓളം കർഷകരുടെയും തൊഴിലാളികളുടെയും യോഗത്തിൽ തീരുമാനിച്ച പ്രകാരമായിരുന്നു കൃഷി ഇറക്കിയത്. നെൽകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായുള്ള നടിയൽ ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്ന 60 ഹെക്ടർ അതായത് 150 ഏക്കർ സ്ഥലമെങ്കിലും തരിശു നിലം കൃഷിക്ക് ഉപയുക്തമാക്കണമെന്നതാണ്. റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര തന്നെ സ്ഥലം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിലധികം ലഭിച്ചാലും ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് എത്രത്തോളം കർഷകർ മുമ്പോട്ട് വരുന്നു, തരിശു നിലങ്ങൾ പൂർണ്ണമായും കൃഷിയുക്തമാക്കിയാൽ അതിന് പൂർണ്ണമായും തുക നീക്കിവെക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. അതിനുള്ള ഒരു താല്പര്യവും അതിനോട് ഉള്ള ഒരു ആഭിമുഖ്യവും കാണിച്ചാൽ മാത്രം മതി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A. ജാസ്മിൻ, സെക്രട്ടറി രാജ്മോഹനൻ, അജയൻ പനയാൽ, M. കരുണാകരൻ, CDS പ്രസിഡന്റ് ഗീത, കൃഷി ഓഫീസർ K. വേണുഗോപാലൻ, പാടശേഖര സമിതി പ്രസിഡന്റ് കോരൻ അരവത്ത് എന്നിവർ പ്രസംഗിച്ചു. ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ധർണ സമരം നടത്തി. കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ. കേന്ദ്ര ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണത്തിന് 5 വർഷ തത്വം ഉറപ്പുവരുത്തുക, പെൻഷൻ പ്രായം 60 ആക്കുക, തൊഴിൽ കരം എടുത്തുകളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. M. ശംഭു ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് ചെലവാക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടുമ്പോൾ അത് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള ജീവനക്കാരെ കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകും. ഇത് സർക്കാരിന്റെ ഒരു തന്ത്രമാണ്. കാരണം ഫണ്ട് ചെലവാക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് അവിടെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ബോധപൂർവമുള്ള ശ്രമമാണ് നടത്തുന്നത്. ജീവനക്കാരെ എണ്ണം കുറയ്ക്കുക. എന്നിട്ട് ആണ് പറയുന്നത് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം, അതുകൊണ്ടാണ് പെൻഷൻ പ്രായം 60 വയസ്സാക്കാത്തതെന്ന്. M. ഗംഗാധരൻ അധ്യക്ഷനായി. ബാബു, പീതാംബരൻ, മേലത്ത് ചന്ദ്രശേഖരൻ, K. രഞ്ജിത്ത്, കരുണാകരൻ, പൂവപ്പ ഷെട്ടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കം ജൂലൈ 13-ന് വാഹന പ്രചാരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷവും ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ സർക്കാർ വാഗ്ദാന ലംഘനം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്കിൽ ഏർപ്പെടുന്നത്. വാഹനജാഥയുടെ 2ാം ദിവസത്തെ സമാപനം മാന്തോപ്പ് മൈതാനിയിൽ നടന്നു. നാട്ടിലെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും മറ്റ് ഇതര ജനവിഭാഗങ്ങളുടെയും വോട്ട് നേടി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇവിടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിത്തറവാകി. കോരന്റെയും ശങ്കരന്റെയും മുഹമ്മദിന്റെയും ജോസഫിന്റെയും തോമസിന്റെയും മക്കൾക്ക് ഒരു വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുവാൻ സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അതുകൊണ്ടാണ് എന്റെ പൂർവികർക്കും നിങ്ങളുടെ പൂർവികർക്കും പ്രൈമറി വിദ്യാഭ്യാസം നേടുവാൻ കഴിഞ്ഞത്. അങ്ങനെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്ന ഒറ്റ കാരണത്താൽ അന്ന് KSUവിന്റെ അന്നത്തെ വിദ്യാർത്ഥി യൂണിയന്റെ സമാപന യോഗത്തിൽ കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജേന്ദ്രൻ, ജാഥ ക്യാപ്റ്റൻ T. തിലകരാജ്, വൈസ് ക്യാപ്റ്റൻ ON മോളി, മാനേജർ V. നാരായണൻ, M. ബാലകൃഷ്ണൻ, TV ഉഷ, K. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. AK ആൽബർട്ട്, A. വേണുഗോപാലൻ, K. രാഘവൻ, V. ചന്ദ്രൻ, CM മീനാകുമാരി, VR രാജു എന്നിവർ സംസാരിച്ചു. നിർധന രോഗികൾക്ക് ഡയാലിസിസ് നടത്താൻ ബേക്കൽ ഫോർട്ട് റോട്ടറി ക്ലബിന്റെ സഹായഹസ്തം. ജില്ലാ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് യൂണിറ്റുകൾ എത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും പാവപ്പെട്ട രോഗികൾക്കും സൗജന്യ നിരക്കിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ലഭ്യമാക്കാനാണ് പദ്ധതി. ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിൽ 2 ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 11-ന് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ വിവേക് അറാന ഡയാലിസിസ് യൂണിറ്റ് സമർപ്പിക്കും. റോട്ടറിയുടെ പൂന ആസ്ഥാനമായ ത്രിപുരം ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ റോട്ടേറിയൻ വിവേക് അറാന സംഭാവന നൽകിയ ഈ 2 ഡയാലിസിസ് മെഷീൻ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് ആശ്വാസമാകട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ 2 ഡയാലിസിസ് യൂണിറ്റുകൾ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ സംഭാവന ചെയ്യുന്നത്. ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഭാരവാഹികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA-മാർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് M. രാമചന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായ KV ബാലകൃഷ്ണൻ, വിവേക് റാം, മോഹൻ അമ്പാടി, MS ജിംഷാദ്, M. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ.
പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ആധൂരിലെ ഉദയൻ, മധൂരിലെ പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കടകളുടെയും വായനശാലയുടെയും ബോർഡുകൾ നശിപ്പിച്ചു. പരവനടുക്കം, മഞ്ചം കെട്ടുകാൽ എന്നിവിടങ്ങളിലാണ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചത്. പാൻ മസാലയുമായി വ്യാപാരി പിടിയിൽ. ബദിയടുക്കയിലെ ഗോപാലനാണ് പിടിയിലായത്. സഅദിയ പ്രാർത്ഥന സമ്മേളനം ശനിയാഴ്ച നടക്കും. നിരവധി പേർ പങ്കെടുക്കും. ഉള്ളിയത്തടുക്ക ഉദയഗിരി റോഡ് CPM പ്രവർത്തകർ ഗതാഗത യോഗ്യമാക്കി. CPM മധൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് നന്നാക്കിയത്. മഴക്കാലമായതോടെ റോഡിൽ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞ് അപകടം പതിവായിരിക്കുകയാണ്. ഇതിനെതിരെ CPM നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് CPM പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. K. ഭുജംഗ ഷെട്ടി, MK രവീന്ദ്രൻ, CM ബഷീർ, A. രവീന്ദ്രൻ, അശോക് മധൂർ, CM ജലീൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുണ്ടും കുഴിയും അതിൽ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാനഗർ സീതാങ്കുളി റോഡിലെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിന് മുമ്പിലുള്ള വളവിലുള്ള കുണ്ടും കുഴിയും ഇരുചക്ര വാഹനങ്ങൾക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കെ തന്നെ യാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റില്ല. റോഡിൻ്റെ എല്ലാ ഭാഗത്തും കുഴിയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൻ്റെ ആ കുഴികൾ നികത്തിക്കൊണ്ട് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനത്തിനും CPM നേതൃത്വം കൊടുക്കുകയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്തിനകത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മധൂറിലെ പാർട്ടി പ്രവർത്തകർക്കും ഈ പഞ്ചായത്തിനകത്തെ എല്ലാ ജനങ്ങൾക്കും അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. ഫഹദിന് ജനസാഗരം വിട നൽകി കരഞ്ഞു തളർന്ന് നാട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. വെള്ളിയാഴ്ചയുടെ പവിത്രതയിൽ വിശ്വാസലോകം. മണ്ണും മനസ്സും പ്രാർത്ഥനാ നിർഭരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാർ കാഞ്ഞങ്ങാട്ട് റോഡ് ഉപരോധിച്ചു. തരിശുഭൂമിയിൽ കൃഷിയിറക്കി അരവത്ത് പാടശേഖര സമിതി മാതൃകയായി. പച്ചപ്പ് തീർത്തത് 10 വർഷമായി തരിശായ ദിക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.kasarakotchannel.com സന്ദർശിക്കുക. നമസ്കാരം.